നമസ്കാരം. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. അത് DC ബുക്സിന്റെ പേരിലാണ്. DC ബുക്സ് ആണ് അതിന് തിരികൊളുത്തിയത്. EP ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടയും എന്ന് പറയുന്ന ആത്മകഥ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. ആ ആത്മകഥയിൽ സർക്കാരിനെതിരെ, സരിനെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി EP ജയരാജന്റെ പേരിൽ DC ബുക്സ് ഒരു നെറിക്കെട്ട പൊളിറ്റിക്സ് കളിച്ചത്. അതായത് അത് ഈ പറയുന്ന UDF-നെയും BJP-യും ഒക്കെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അന്ന് അവർ കാണിച്ച നാടകം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിരുന്നു. EP ജയരാജനോട് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ EP ജയരാജൻ ഞെട്ടി. അദ്ദേഹം പറഞ്ഞത് എന്റെ ആത്മകഥയോ എന്നാണ് ചോദിച്ചത്. അതായത് താൻ ആർക്കും തന്റെ ആത്മകഥ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല, എഴുതാൻ ആരോടും പറഞ്ഞിട്ടില്ല. DC ബുക്സും മാതൃഭൂമിയും ഒക്കെ എന്നെ സമീപിച്ചിരുന്നു, പക്ഷെ ഞാൻ അവരോടൊന്നും എന്റെ ആത്മകഥ എഴുതാനോ അല്ലെങ്കിൽ അത് പബ്ലിഷ് ചെയ്യണോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് വ്യാജ വാർത്തയാണെന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും DC ബുക്സ് ഒന്നും ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണെന്നോ എന്നും പറഞ്ഞൊന്നും രംഗത്തേക്ക് വന്നില്ല. അതിന്റെ ഉടമ പോലും ആദ്യം രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്നാൽ അതിന്റെ വാസ്തവം എന്താണെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മാധ്യമങ്ങൾ ആ DC ബുക്സിന്റെ ആ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് EP ജയരാജൻ സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഗത്യന്തരമില്ലാതായപ്പോൾ, കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ DC ബുക്സിന്റെ ഉടമ രവി വന്നിട്ട് പറഞ്ഞു, ഈ പറയുന്നത് പോലെ EP ഞങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ആത്മകഥ ഇതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം ഈ പറഞ്ഞ DC ബുക്സിന്റെ ആ പബ്ലിക്കേഷൻസിന്റെ മേധാവിയായിട്ടുള്ള AV ശ്രീകുമാറിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ശ്രീകുമാറിനെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരൊറ്റ മാധ്യമം അത് വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വൈ? കാരണം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് ഇവർക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും, ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് അവർ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നത് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. EP ജയരാജന്റെ പേരിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല, ആദ്യമായിട്ടൊന്നുമല്ല ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EP ജയരാജൻ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു ഒരു വ്യാജ വാർത്ത. പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്ന് പറഞ്ഞു. അതും രാഷ്ട്രീയ ചർച്ചയായിരുന്നു, വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തി അല്ലെ? BJP-യെയും കോൺഗ്രസിനെയും സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അന്ന് ആ പണിയെടുത്തത്. അത് പെരുന്നുണയായിരുന്നു എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതുപോലെ തന്നെ നുണ ആവർത്തിക്കുന്നു EP ജയരാജന്റെ പേരിൽ. EP ജയരാജൻ ഈ തവണ വിട്ടില്ല കേട്ടോ, നിയമ നടപടി തന്നെ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു തുടക്ക സമയത്തുള്ള പല രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പറുകൾ. നിയമ നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്ത് ഈ ശ്രീകുമാറിനെ അന്ന് പൊക്കുമ്പോൾ ഒരൊറ്റ മാധ്യമവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് അങ്ങ് മുക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനമാണ് DC ബുക്സിനെതിരെ, ഈ പറയുന്ന ശ്രീകുമാറിനെതിരെയൊക്കെ ഉന്നയിച്ചത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് വായിക്കാം. അതിന്റെ പകർപ്പല്ലയിലൂടെ ഞാൻ ഒന്ന് വായിക്കാം. എഴുത്തുകാരന്റെ അനുമതിയില്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയതെന്നും പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയതെന്നും ഈ പറയുന്ന ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് DC ബുക്സിനോട്. അതുപോലെ തന്നെ ചോദിക്കുന്നു, എഴുത്തുകാരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചതെന്നും എഴുത്തുകാരനെ അപമാനിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഹൈക്കോടതി അന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നെ ഇതിൽ പറയുന്നു, പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ട DC ബുക്സിന്റെ നടപടി ശരിയാണോ? ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തത് എന്തിനാണ്? പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ എങ്ങനെ ആ പുസ്തകം പുറത്തുവിടാനാകും? എഴുത്തുകാരന്റെ അനുമതി ഇല്ലാതെയല്ലേ ആത്മകഥയുടെ തലക്കെട്ട് തയ്യാറാക്കിയതെന്നും പുസ്തകം പ്രസിദ്ധീകരണത്തിന് നൽകിയതെന്നും ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കുന്നു, എഴുത്തുകാരനെ മാനസികമായി ബുദ്ധിമുട്ടിക്കാനാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചതെന്നും എഴുത്തുകാരനെ അപമാനിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഹൈക്കോടതി ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പറയുന്നു, പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ട DC ബുക്സിന്റെ നടപടി ശരിയാണോ? ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്തത് എന്തിന്? പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാതെ എങ്ങനെ ആ പുസ്തകം പുറത്തുവിടാനാകും? എഴുത്തുകാരനെ അപമാനിച്ചു എന്നത് വസ്തുതയാണെന്നും ഹൈക്കോടതി പറയുന്നുണ്ട്. ഇതൊന്നും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരുപക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഇതൊക്കെയാണ് അന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സമയത്ത്, ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ചോദിച്ചത്. ഹൈക്കോടതി കാര്യം മനസ്സിലായി, എന്തിനു വേണ്ടിയാണ് DC ബുക്സ് ഈ നാടകം കളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോ അത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. EP ജയരാജനെ പോലെ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ ഒരു നേതാവിന്റെ പേരിൽ അദ്ദേഹത്തെ പോലും അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഈ മാധ്യമങ്ങൾ എത്രത്തോളം തെമ്മാടിത്തരം ചെയ്യാൻ കഴിയുമോ മാധ്യമ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞത് ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, തെറ്റ് സംഭവിച്ചു, ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് DC ബുക്സിന്റെ ഈ പബ്ലിക്കേഷൻസിന്റെ മേധാവി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഒരു വാർത്ത പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല.
അതിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. ഇനി ചില മാധ്യമങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഹെഡ്ലൈനിൽ ചിലപ്പോൾ ചെറിയൊരു ബിറ്റ് വാർത്തകൾക്ക് കൊടുക്കുമായിരിക്കും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉയരാൻ നേരത്ത് ഞങ്ങൾ ഈ പറയുന്നത് പക്ഷം പിടിച്ചല്ല കേട്ടോ വാർത്ത ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അല്ലായിരുന്നുവെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്തിച്ചർച്ച വരെ വേണമെങ്കിൽ നടത്താമായിരുന്നു. എന്തുകൊണ്ട് നടത്തുന്നില്ല? അപ്പൊ മാധ്യമങ്ങൾക്ക് ആവശ്യം ഇവർ പുകമറ സൃഷ്ടിക്കുന്ന ആ വ്യാജ പ്രചരണം ഈ സമൂഹത്തിൽ ഇങ്ങനെ തിങ്ങി നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും തകർന്നടിയുന്നുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ ആ തകർന്നടിയുന്ന വാർത്തകൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ നുണവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. എത്ര പെരും നുണകളാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത്! എത്ര പെരും നുണകളാണ് ഓരോ ദിവസവും തകർന്നടിയുന്നത്! എത്ര പേരെയാണ് ഈ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ, എത്രയോ ആളുകളെയാണ് പിടിച്ചകത്തിടുന്നത്! പക്ഷേ ഇതൊന്നും മാധ്യമങ്ങൾ പുറത്തുവിടില്ല. കാരണം അതൊക്കെ പുറത്തുവിട്ടാൽ ഞങ്ങൾ നുണയന്മാരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയില്ലേ എന്ന വസ്തുത അത് നന്നായി മാധ്യമങ്ങൾക്കറിയാം. ഞങ്ങൾ ഇടത് വിരുദ്ധരാണ് എന്ന് ജനം മനസ്സിലാക്കില്ലേ എന്ന വസ്തുത ഇവർക്കറിയാം. അതുകൊണ്ട് വാ മൂടിക്കെട്ടി സത്യത്തിൽ പഞ്ചപുച്ഛമടക്കി ഇവർ കോലീബി സഖ്യത്തിന്റെ കാലിൽ കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. DC ബുക്സിന്റെ ഒരു ആധികാരികത ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. DC ബുക്സിൽ കാണിച്ച ഈ ഒരു നെറികെട്ട ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിലും DC ബുക്സ് ഈ രീതിയിലൊന്നും പെരുമാറി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ DC ബുക്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ആ വീഴ്ച എങ്ങനെ സംഭവിച്ചു, ആരാണ് അതിന് പിന്നിൽ എന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇത് ചുക്കാൻ പിടിച്ചവർ ആരാണ് എന്നറിയേണ്ടതുണ്ട്. ഒരു DC ബുക്സ് പോലൊരു പബ്ലിക്കേഷൻസിന്റെ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ എന്ത് ലാഭം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു? ആരാണ് അതിന് പിന്നിൽ? ആരാണ് അതിന് ചുക്കാൻ പിടിച്ചത്? ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ പുറത്തു വരും വരും ദിവസങ്ങളിൽ. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇടതുപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ പാർട്ടി വിചാരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാഷ് പറയുന്ന സാഹചര്യവും ഉണ്ടായി. പല വിഷയങ്ങളും നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 ചാനലിലെ ഹാഷ്മിക്കെതിരെ അരുൺകുമാർ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹാഷ്മി പെട്ടിരിക്കുകയാണ്. ഒരു അന്തിച്ചർച്ചയിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിനെ വിളിച്ചിരുത്തി അദ്ദേഹത്തെ അപമാനിച്ച്, അദ്ദേഹത്തെ എത്രത്തോളം പൊതുസമൂഹത്തിന് മുമ്പിൽ അപമാനിച്ച് അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ കഴിയും ആ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഹാഷ്മിയുടെ ഭാഗത്തുനിന്ന്. എന്തിന്റെ പേരിലാണ്? അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം അപായപ്പെടുത്തിക്കൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകർ ശ്രമം നടത്തുന്നു. ഒരു ചെരിപ്പെറിയുന്നു, ഒരു ഷൂ എറിയുന്നു. ആ ഷൂ എറിഞ്ഞ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സിഗ്നൽ കൊടുത്തത് 24 ചാനലിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണെന്ന് ആക്ഷേപം ഉയർന്നു വരുന്നു. ആ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കുറുപ്പുംപടി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അവരുടെ ഫോൺ പരിശോധിക്കുമ്പോൾ ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പല റെക്കോർഡ്സും കിട്ടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ AKG സെന്ററിൽ നിന്ന് ഈ പറയുന്ന അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ചർച്ചയ്ക്ക് അയക്കുന്നു. എന്നിട്ട് ഒരു ചന്ത സംസ്കാരം പുറത്തെടുത്തുകൊണ്ട് ഹാഷ്മി ഞങ്ങളൊന്നും തൊടാൻ പറ്റില്ല, എന്തിന്റെ പേരിലാണ് ഈ രീതിയിൽ കേസെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാറിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതൊക്കെ അവിടെ വെച്ച് തന്നെ അരുൺകുമാർ നിഷേധിക്കുന്നുണ്ട്. ശേഷം പാതിരാത്രിയിൽ ഈ പറയുന്ന ഹാഷ്മി ഒരു മാപ്പ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു, കാല് പിടിക്കുന്നു. അരുൺകുമാർ വിടുന്നില്ല. അരുൺകുമാർ എനിക്ക് സംഭവിച്ച മാനഹാനിക്ക് ഞാൻ ഉത്തരം നിന്നെ കൊണ്ട് പറയിപ്പിക്കും എന്ന നിലപാട് സ്വീകരിക്കുന്നു. അവസാനം ആ കേസിന്റെ അവസാന ഘട്ടം നടക്കുകയാണ്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഒരിക്കൽ പോലും ഹാഷ്മി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. കോട്ടിട്ട ജഡ്ജിയാണല്ലോ ഈ പറയുന്ന നമ്മുടെ ഹാഷ്മി. അതുകൊണ്ട് ഈ നിയമങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന നിയമമല്ല എന്ന് ചിലപ്പോൾ ഹാഷ്മിക്ക് തന്നെ തോന്നിക്കാണും. എന്തോ ആകട്ടെ, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാർട്ടി കടുത്ത നിലപാടുകളിലേക്ക് മാറുന്നു. വരാൻ പോകുന്ന വ്യാജ വാർത്തകളെ കുറിച്ച് മുൻകൂട്ടി തന്നെ എന്തായാലും ഇടതുപക്ഷം കാണുന്നു. ഇനി ഇത്തരക്കാരെ പൂട്ടുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് സർക്കാരും പാർട്ടിയും മനസ്സിലാക്കുന്നു. അത് ഏറെ അണികളും സഖാക്കളും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യേണ്ടതാണ്, അത് നടപ്പിലാക്കേണ്ടതാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.